നമ്മൾ വെള്ളം അടിക്കാനായിട്ട് മേളിൽ കയറി പോയതാണ്. അപ്പോഴത്തേക്കിനാണ് ഈ കാച്ചിലിൻ്റെ വള്ളി കണ്ടിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല വെള്ളക്കാച്ചിൽ ഇരിക്കുന്നു. അതാണെങ്കിൽ രണ്ട് പാറയുടെ ഇടയിൽ ആണ് കാച്ചിലിരിക്കുന്നത്. നമ്മൾ പറമ്പിൽ വെള്ളം അടിക്കാൻ പോയ കാരണത്തേക്കിന് നമ്മുടെ കയ്യിൽ അലവാങ്കോ കത്തിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു വലിയ പീസ് ഒടിഞ്ഞു പോയി. നേരത്തെ സമയം കഴിഞ്ഞിട്ട് പോയതാണ്, നേരത്തെ പറിക്കേണ്ടതായിരുന്നു. ഇത് മണ്ണിൻ്റെ അടിയിൽ ബാക്കി വലിയൊരു പീസ് 10-15 കിലോയുടെ പീസൊക്കെ അഴുകിപ്പോയി. വലിയൊരു മൂടായിരുന്നു. ഇത് നേരത്തെ എടുത്തിട്ട് വിത്തിട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നട്ടു വെക്കുന്നു. നമ്മൾ കാണാതെ ഇത് വെയിൽ നല്ലോണം അടിച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഇതിൻ്റെ വള്ളി അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ നമുക്കിത് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയത്തില്ല. ചെറിയ മഴ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വള്ളി പൊട്ടി വരുമ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഒരു വിധത്തിൽ അത് പറിച്ച് എടുത്തു നമ്മൾ ചെറിയ 2 മൂട് ഇതുണ്ടായിരുന്നു. അത് 2 ഇതായിട്ടാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. വലിയ ഒരെണ്ണം അഴുകിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നത്. ചെറിയൊരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ വള്ളിയൊക്കെ മേളിലോട്ട് പൊട്ടി വരുന്നത്. ബാക്കി വിത്തിനും എടുത്ത് മാറ്റി വെച്ച് കുറച്ച് കിട്ടി. അപ്പോഴാണ് ഇത് കണ്ട് 2 കണ്ണൊക്കെയുള്ള പുഴു. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല. കമ്പൂച്ചൊക്കെ ഞാൻ ഇങ്ങനെ തോണ്ടി നോക്കി, 2 കണ്ണൊക്കെ ഉണ്ട് ഇതിന്. തിരിച്ചിട്ടാലും അപ്പം തന്നെ ഇതായിട്ട് വരുന്നു, തിരിഞ്ഞ് കറക്റ്റ് വരുന്നത്. 2 കണ്ണൊക്കെ ഇതിന് കറക്റ്റായിട്ടുണ്ട്. ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായില്ല. ഇനി എന്തിൻ്റെയെങ്കിലും ചിത്രശലഭത്തിൻ്റെ എന്തെങ്കിലും ലാർവയാണോന്ന് അറിയത്തില്ല. എന്താ സംഭവം എന്നറിയാവുന്നവർ പറയും. എന്തോ ഒരു 2 കണ്ണ് കറക്റ്റായിട്ട് കാണാം. അതുകൊണ്ട് എന്തോ ഒരു കൊമ്പ് പോലത്തെ ഒരു സാധനം, കൊമ്പാണ്, വാകയൊക്കെ നീണ്ടു വരുന്നു.